ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് വിശാലിന്റെ വീടാണ്. ഒരു മാസത്തിനുള്ളിൽ ജാസ്മിന്റെ വിവാഹം നടന്നിരിക്കുമെന്ന് വിശാല് ജാസ്മിന്റെ പപ്പയ്ക്ക് വാക്ക് നൽകുകയാണ്. എന്താ മോളെ, നിനക്ക് സമ്മതമാണോ എന്ന് വക്കീല് ജാസ്മിനോട് ചോദിക്കുമ്പോൾ ജാസ്മിൻ പറയുകയാണ്, വിശാലിന് വേണ്ടി ഒരു വർഷം വേണമെങ്കിലും കാത്തിരിക്കാൻ ഞാൻ തയ്യാറാണ്. തുടർന്ന് പ്രഭാവതി പറയുകയാണ്, വക്കീലെ, വിശാല് വാക്ക് പറഞ്ഞ വാക്കാണ്, തല പോയാലും അവൻ വാക്ക് പാലിച്ചിരിക്കും. തുടർന്ന് ഗാർഗി ദേഷ്യത്തോടെ പറയുകയാണ്, പാർവതിയെക്കുറിച്ചൊന്ന് ആലോചിച്ചിരുന്നെങ്കിലോ, അല്ലെങ്കിൽ പാർവതി മരുമകളായി വേണമെന്ന് ആഗ്രഹിക്കുന്ന ഈ അച്ഛനെക്കുറിച്ച് ഓർത്തിരുന്നെങ്കിൽ വിശാൽ ബ്രോ ഒരിക്കലും ഇങ്ങനെ ഒരു തീരുമാനം എടുക്കില്ലായിരുന്നു. എടി ഗാർഗി, അവൻ നിന്നെപ്പോലെയല്ല, നല്ലതും ചീത്തതും തിരിച്ചറിയാനുള്ള കഴിവൊക്കെ അവനുണ്ട് എന്ന് പ്രതാപം പറയുമ്പോൾ ഗാർഗി പറയുകയാണ്, ഞാൻ ആരോടും തർക്കിക്കാനില്ല, ഒരു മാസം കഴിഞ്ഞല്ലേ വിവാഹമുള്ളൂ, അതുവരെ ഈ എഗ്രിമെന്റിന് വിലയുണ്ട്. ഇത് കേൾക്കുന്ന സുശീല ചോദിക്കുകയാണ്, നീ എന്താ പറഞ്ഞു വരുന്നത്? ജാസ്മിനും വിശാൽ ബ്രോയും തമ്മിലുള്ള വിവാഹം മുടങ്ങിയതുകൊണ്ട് തന്നെ ഈ എഗ്രിമെന്റ് പ്രകാരം ജാസ്മിൻ ഔട്ട് ഹൗസിലേക്ക് താമസം മാറ്റണം. ഇത് കേൾക്കുന്ന പ്രഭാവതിയും ജാസ്മിനും ഒരു ഞെട്ടലോടെ ഗാർഗിയെ നോക്കുകയാണ്. ഞാൻ ഔട്ട് ഹൗസിൽ താമസിക്കാനോ? എന്നെ കൊണ്ടൊന്നും അതിന് പറ്റില്ല എന്ന് ജാസ്മിൻ പറയുമ്പോൾ രാധിക പറയുകയാണ്, താമസിച്ചേ പറ്റൂ, ഈ എഗ്രിമെന്റ് വെറുതെ കാണാൻ വേണ്ടി ഉണ്ടാക്കിയതല്ല. തുടർന്ന് ഗാർഗി പറയുകയാണ്, നീ ഔട്ട് ഹൗസിലേക്ക് താമസം മാറുകയും വേണം, കൂടാതെ ഇനി മുതൽ നീ താമസിച്ച മുറിയിൽ പാർവതിയായിരിക്കും താമസിക്കാൻ പോകുന്നത്. അല്ല, നിനക്ക് സംശയമുണ്ടെങ്കിൽ നിന്റെ പപ്പ വക്കീലാണല്ലോ, ദാ ഈ എഗ്രിമെന്റ് വായിച്ചു നോക്ക്. അത്രയും പറഞ്ഞ് ഗാർഗി എഗ്രിമെന്റ് ജാസ്മിന്റെ പപ്പയ്ക്ക് നൽകുകയാണ്. അങ്ങനെ ആ എഗ്രിമെന്റ് വായിച്ചു നോക്കിയിട്ട് ജാസ്മിന്റെ പപ്പ പറയുകയാണ്, മോളെ, നീ സമ്മതിച്ചേക്ക്. എങ്കിലും വിശാൽ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ലെന്ന് രാധിക പറയുമ്പോൾ പാറു പറയുകയാണ്, വേണ്ട ചെറിയമ്മേ, വിശാൽ സാറിനെ കുറ്റപ്പെടുത്തണ്ട, അറിവും പഠിപ്പും ഒക്കെയുള്ള ആളല്ലേ വിശാൽ സാറ്, വിശാൽ സാറിന് ഒരിക്കലും തെറ്റുപറ്റില്ലെന്ന് പാറു പറയുമ്പോൾ വിശാല് അവിടെ നിന്ന് പോകുന്നു. വിശാലിന്റെ പിന്നാലെ തന്നെ ഗാർഗിയും രാധികയും പോകുന്നു. തുടർന്ന് ദേഷ്യത്തോടെ ജാസ്മിൻ പാറുവിന്റെ അടുക്കലേക്ക് ചെല്ലുകയാണ്. വിശാലിന്റെ നാവിൽ നിന്ന് തന്നെ നീ അത് കേട്ടില്ലേ, നീ തോറ്റുപോയിടി എന്ന് പറഞ്ഞ് ജാസ്മിനും അവിടെ നിന്ന് പോവുകയാണ്. നേരം രാത്രിയാകുന്നു. പിന്നീട് കാണിക്കുന്നത് ഗായത്രിയുടെ ഫോട്ടോ കൈകൾ ചെന്ന് വിശാല് പറയുകയാണ്, അമ്മ എന്നെ നോക്കി കണ്ണും വിഴിക്കുന്നുമുണ്ട്, വഴക്കു പറയുന്നുമുണ്ടെന്ന് എനിക്കറിയാം, മിന്നലും ഇടിവെട്ടുമൊക്കെ അതിന്റെ അടയാളമാണെന്നേ എനിക്കറിയാം. എന്നെ വഴക്കു പറയല്ലേ അമ്മേ, ജാസ്മിന്റെ വിവാഹം നടക്കുമെന്ന് മാത്രമേ ഞാൻ വാക്ക് കൊടുത്തിട്ടുള്ളൂ, വരൻ ഞാനായിരിക്കുമെന്ന് ഞാൻ ആർക്കും വാക്ക് കൊടുത്തിട്ടില്ല അമ്മേ. വിവാഹം കഴിയുന്നതുവരെ ജാസ്മിൻ ഈ വീട്ടിൽ കഴിയണമെന്ന് ഞാൻ നിർബന്ധം പറഞ്ഞു. അത് എനിക്ക് അവളെ കണ്ടോണ്ടിരിക്കാൻ വേണ്ടിയല്ല, അവൾ ഇവിടെ വേണം, അവളുടെ ഏട്ടനും ഇവിടെ തന്നെ വേണം, എല്ലാവരും ഇവിടെ തന്നെ വേണം, എങ്കിലേ എന്നെ കൊല്ലാൻ വേണ്ടി കച്ചകെട്ടി നടക്കുന്നത് ആരാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ പറഞ്ഞത് അമ്മയ്ക്ക് മനസ്സിലായില്ലേ? എന്റെ ജീവൻ എടുക്കാൻ ആരോ ശ്രമിക്കുന്നുണ്ട്, അയാള് ഈ വീട്ടിൽ തന്നെയുണ്ട്, എനിക്ക് അയാളെ കണ്ടുപിടിക്കണം, ഞാൻ കണ്ടെത്തിയിരിക്കും. എനിക്കൊന്നും സംഭവിക്കില്ലമ്മേ, എനിക്ക് കാവലായിട്ട് പാർവതി ഉണ്ടല്ലോ, അവള് എനിക്കൊന്നും സംഭവിക്കാൻ സമ്മതിക്കില്ല. അവള് വിശാലിന്റെ സ്വന്തം പാർവതിയാണമ്മേ. വിശാലിന്റെ ജീവിതത്തിൽ ഒരു പെൺകുട്ടി മാത്രമേ ഉള്ളൂ, അതെന്റെ പാർവതിയാണ്. നമ്മൾ എല്ലാവരെയും സ്നേഹിക്കുമ്പോൾ എല്ലാവരും നമ്മളെയും സ്നേഹിക്കും. നമ്മൾ അവഗണിക്കുമ്പോഴും ഒരാൾ നമ്മളെ സ്നേഹിക്കുന്നുണ്ടെങ്കിലേ അതാണ് യഥാർത്ഥ സ്നേഹം. ആ സ്നേഹം എനിക്ക് പാർവതിയിൽ നിന്ന് മാത്രമേ കിട്ടിയിട്ടുള്ളമ്മേ. അതുകൊണ്ട് തന്നെ വിശാലിന്റെ ഈ ജന്മം അത് പാർവതിക്ക് വേണ്ടിയുള്ളത് മാത്രമാണ്. ഇതിന്റെ കൂടെ എനിക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കണമെങ്കിൽ എന്നെ കൊല്ലാൻ നടക്കുന്നത് ആരാണെന്ന് എനിക്ക് ആദ്യം തന്നെ കണ്ടുപിടിക്കണം. ആരാണെന്ന് ഞാൻ കണ്ടെത്തുന്ന നിമിഷം അവരുടെ അവസാനമായിരിക്കും. അമ്മയുടെ മോന ഈ പറയുന്നത് എന്നൊക്കെ ഗായത്രിയുടെ ഫോട്ടോയിൽ തൊട്ടുകൊണ്ട് വിശാൽ പറയുകയാണ്. നേരം പുലർച്ചെയാകുന്നു. പിന്നീട് കാണിക്കുന്നത് പാറു വിളക്ക് തെളിയിച്ചുകൊണ്ട് തുളസിത്തറയുടെ അടുത്ത് പോയി കീർത്തനം ചൊല്ലുന്നതാണ്. പാറുവിന്റെ കീർത്തനം കേട്ട് എല്ലാവരും താഴേക്ക് വരികയാണ്. അങ്ങോട്ടേക്ക് വരുന്ന അച്ചമ്മയ്ക്ക് പാറുവിനെ കണ്ട് ഗായത്രിയെ പോലെയാണ് തോന്നുന്നത്. അങ്ങനെ നൃത്തം ചെയ്തുകൊണ്ട് പാറു കീർത്തനം പാടിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് തിരിയുമ്പോഴാണ് അവിടെ നിൽക്കുന്ന എല്ലാവരെയും പാറു കാണുന്നത്. പെട്ടെന്ന് ഒരു ചമ്മലോടെ പാറു തിരിഞ്ഞു നിൽക്കുമ്പോൾ അച്ചമ്മ പാറുവിന്റെ അടുക്കലേക്ക് ചെല്ലുകയാണ്. മോളെ എന്ന് അച്ചമ്മ വിളിക്കുമ്പോൾ പാറു അച്ചമ്മയെ നോക്കുകയാണ്. എന്നാൽ ഗായത്രി നോക്കുന്നത് പോലെയാണ് അച്ചമ്മയ്ക്ക് തോന്നുന്നത്. ഗായത്രി, നീ എന്തിനാ പാട്ട് നിർത്തിയത്? ബാക്കി കൂടി പാട് ഗായത്രി, നിന്റെ പാട്ട് കേട്ടിട്ട് എത്ര നാളായി. ഇത് കേൾക്കുന്ന വിശാൽ പറയുകയാണ്, അച്ചമ്മ പാർവതിയെ ഗായത്രി എന്നാണല്ലോ വിളിച്ചത്. അതേസമയം ഗാർഗി വിശാലിനോട് പറയുകയാണ്, ബ്രോ, അച്ചമ്മ പാർവതിയെ വിളിച്ചത് കേട്ടില്ലേ? ഗായത്രിയെന്ന് അച്ചമ്മയുടെ കിളി പോയെന്നാ തോന്നുന്നത്. അതെ ഗാർഗി, കിളി പോയതൊന്നുമല്ല, ഇപ്പോൾ പാർവതി ഉടുത്തിരിക്കുന്നതേ അമ്മയുടെ സെറ്റും മുണ്ടുമാണ്. പിന്നെ ഈ പാട്ട് അമ്മ പതിവായി പാടാറുള്ളതാണ്. രണ്ടും കൂടി ആയപ്പോഴേ ഇതമ്മയാണെന്ന് അച്ചമ്മയ്ക്ക് തോന്നിപ്പോയി കാണും. ഇതൊക്കെ കേൾക്കുന്ന സുശീല ദേഷ്യത്തോടെ പാർവതിയുടെ അടുക്കലേക്ക് ചെല്ലുകയാണ്. അമ്മയുടെ കണ്ണിനെന്താ വല്ല സൂക്കേടുമുണ്ടോ? ഇവളെ കണ്ടിട്ട് ഗായത്രി ചേച്ചിയെ പോലെ തോന്നിയെന്ന്. അങ്ങനെയാണെങ്കിലേ അമ്മയുടെ കണ്ണിന് സാരമായി എന്തോ തകരാറുണ്ട്. ഗായത്രി ചേച്ചി മഹാലക്ഷ്മി ആയിരുന്നില്ലേ? ചേച്ചിയുടെ 7 അയലത്ത് വരുമോ ഈ അടുക്കളപ്പണിക്കാരി? അച്ചമ്മേ, ഇത് ഞാനല്ലേ പാർവതിയെന്ന് പാറു പറയുമ്പോൾ അച്ചമ്മ പറയുകയാണ്, എന്റെ കണ്ണിന് ഒരു കുഴപ്പവുമില്ല സുശീലെ, തിമിരം ബാധിച്ചതേ നിനക്കും നിന്റെ കൂടെ ഉള്ളവർക്കുമാണ്. ആ പാട്ടും ഈ വേഷവുമൊക്കെ കണ്ടപ്പോൾ ഗായത്രിയാണെന്ന് തോന്നിപ്പോയി മോളെ.
അതേസമയം അങ്ങോട്ടേക്ക് ചെന്ന് ഗാർഗി പറയുകയാണ്, പാർവതിയുടെ ദേഹത്തെ ഗായത്രിയമ്മയുടെ ആത്മാവ് കയറിയിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഗായത്രിയമ്മ തന്നെ അച്ചമ്മയുടെ മനസ്സിൽ തോന്നിപ്പിച്ചിട്ടുണ്ടാകും. പാർവതിയാണ് ഈ വീട്ടിലെ മരുമകളെന്ന് ഗായത്രിയമ്മ പ്രഖ്യാപിച്ചതാണ്. ഇനിയെങ്കിലും എല്ലാവരും അതൊന്ന് സമ്മതിക്കും. അമ്മ ഒന്നിങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞ് പ്രഭാവതിയെ കൂട്ടിക്കൊണ്ട് ഗാർഗി പാറുവിന്റെ അടുക്കലേക്ക് ചെല്ലുകയാണ്. അമ്മ ഒന്ന് സൂക്ഷിച്ചു നോക്കിക്കേ എന്ന് പ്രഭാവതിയോട് ഗാർഗി പറയുമ്പോൾ പാറു പ്രഭാവതിയെ നോക്കുന്നു. ഗായത്രി തന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നതായിട്ടാണ് പ്രഭാവതിക്ക് തോന്നുന്നത്. ആ കാഴ്ച കണ്ട് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് പ്രഭാവതി. തുടർന്ന് പ്രഭാവതി പറയുകയാണ്, അപ്പോ ഇവള് ഗായത്രിയെ കാണുന്നുണ്ടെന്ന് പറയുന്നതിൽ കാര്യമില്ലാതില്ല. മുതൽ ഇവളിൽ ഒരു പ്രത്യേക ശ്രദ്ധ വേണം. തുടർന്ന് അച്ചമ്മ പറയുകയാണ്, ഗാർഗി പറഞ്ഞത് ശരിയാ, മോളെ കാണുമ്പോഴേ ഗായത്രി എവിടെയും പോയിട്ടില്ലെന്നാ തോന്നുന്നത്. അതേസമയം അങ്ങോട്ടേക്ക് വന്ന് വിശാല് പറയുകയാണ്, ഇതേ എന്നും ഓർത്തു വെക്കേണ്ട ഒരു മുഹൂർത്തമാണ്, അതുകൊണ്ട് ഇവളുടെ കൂടെ എനിക്കൊരു സെൽഫി എടുക്കണം. അത്രയും പറഞ്ഞ് വിശാല് പാറുവിനെ ചേർത്ത് പിടിച്ച് സെൽഫി എടുക്കാൻ ഒരുങ്ങുമ്പോൾ ഗാർഗി പറയുകയാണ്, ഞാനുമുണ്ട്, എങ്കിൽ നീയും വാ. അങ്ങനെ അവർ 3 പേരും കൂടി സെൽഫി എടുക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് പാറുവിന്റെ വീടാണ്. പല്ലവി അംബികയോട് പറയുകയാണ്, അമ്മേ, സുരഭിയും അവളുടെ ചേട്ടനും കൂടി തിങ്കളാഴ്ച പട്ടണത്തിലെ വസ്ത്രങ്ങളൊക്കെ എടുക്കാൻ പോകുന്നുണ്ടെന്ന്. ഞാനും അവരുടെ കൂടെ പോയിക്കോട്ടെ? എനിക്കും വേണം 5-6 ഉടുപ്പുകള്. നിന്റെ വസ്ത്രങ്ങൾക്ക് പൈസ അവർ കൊടുക്കുമോ എന്ന് അംബിക ചോദിക്കുമ്പോൾ ഇല്ലെന്നും അമ്മ തരണമെന്നും പല്ലവി പറയുന്നു. അതെ, പുരപ്പുറത്തെ നോട്ടുകളെ ഉണക്കാനിട്ടിട്ടുണ്ട്, അതിൽ നിന്നും ഒരു 10,000 രൂപ എൻ്റെ മോളെടുത്തോണ്ട് പോക്കോ. അമ്മയാണെന്നൊന്നും നോക്കില്ല, ഞാൻ വായി വരുന്നത് വിളിച്ച് പറയുമെന്ന് പല്ലവി പറയുന്നു. അതേസമയം അങ്ങോട്ടേക്ക് മുത്തശ്ശൻ വരികയാണ്. മുത്തശ്ശ, ഉത്സവമൊക്കെ അല്ലേ, മുത്തശ്ശന് ദക്ഷിണ പൈസ കുറെ കിട്ടുമല്ലോ, അതിൽ നിന്ന് കുറച്ച് എനിക്ക് തരുമോ? എനിക്ക് പട്ടണത്തിൽ പോയി വസ്ത്രങ്ങളൊക്കെ വാങ്ങാനാ. എൻ്റെ മോളെ, അതൊക്കെ എന്തിനാ? ദേവിക്ക് കുറെ പട്ട് സാരി കിട്ടും, അതിൽ നിന്ന് 2-3 എണ്ണം ഞാൻ മോൾക്ക് തരാം. എനിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ പല്ലവി അകത്തേക്ക് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് വിശാലിന്റെ വീടാണ്. ഗാർഗിയും രാധികയും കൂടി ആഹാരം കഴിക്കാനിരിക്കുകയാണ്. തുടർന്ന് രാധിക പറയുകയാണ്, ശരിക്കും ഗായത്രി ചേച്ചി തന്നെയാണെന്ന് വിശ്വസിച്ചു പോകും. അതേ ശബ്ദമാധുര്യം, അതേ ആഢ്യത്വം എന്നൊക്കെ രാധിക പറയുമ്പോൾ ഇതൊക്കെ കേട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് വരികയാണ് പ്രതാപൻ. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.